ഹലോ, ബേസിക് മാത്സിന്റെ മൂന്നാമത്തെ പാർട്ട് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പറുകളെ ഹരിക്കാനും ഡിവൈഡ് ചെയ്യാനും ഗുണിക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് -10 into 3. ഇവിടെ -10 അല്ലേ, ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്. -10 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണ്. 3 എന്താണ്? 3 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഡിവിഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് സൈൻ ഒന്നും നോക്കണ്ട. സൈൻ ഒന്നും നോക്കാതെ നിങ്ങളെ നമ്പറുകളെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഡിവിഷന്റെ കേസിൽ ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്പറുകളെ മാത്രം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 10 into 3 ചെയ്യാം ആദ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 30 കിട്ടും. ഇനിയാണ് നമ്മൾ എന്ത് സൈൻ കൊടുക്കുമെന്ന് നോക്കേണ്ടത്. ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൂട്ടത്തിൽ ഒരു നമ്പറിന് മാത്രം മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അത് എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ആദ്യം വേണമെങ്കിലും ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ രണ്ടാമത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നോക്കണ്ട. കൂട്ടത്തിൽ ഒരു നമ്പറിന് മാത്രമാണ് മൈനസ് സൈൻ വരുന്നതെങ്കിൽ നമ്മൾ ആൻസറിന് എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? -30 കിട്ടും. ഓക്കെ അല്ലേ? കൂട്ടത്തിൽ ഒരു നമ്പറിന് മാത്രം മൈനസ് വന്നാല് അത് ആദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടാമതായിക്കോട്ടെ നോക്കണ്ട, ആൻസറിൽ എന്തും കൊടുത്തേക്കുക? മൈനസ് കൊടുത്തേക്കുക. അപ്പൊ അടുത്ത് നോക്കാം. -6 into 7. ആദ്യം 6 into 7 ചെയ്യുക. 6 into 7 42. ഇവിടെ നോക്കിയാ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട്. ഒരു മൈനസ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻസറിൽ നമ്മൾ മൈനസ് കൊടുത്തേക്കുക. ആൻസർ -42. അടുത്ത നോക്കിയേ, -5 into -5. നമുക്ക് ആദ്യം നമ്പറുകളെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 5 25. ഇവിടെ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്, ഇതും ഒരു നെഗറ്റീവ് നമ്പറാണ്. 2 മൈനസ് വന്നിട്ടുണ്ട്. 2 മൈനസ് വന്നാല് പഠിച്ചു വെക്കുക, ഓർത്ത് വെച്ചേക്കുക. 2 മൈനസ് വന്നാല് പ്ലസ് ആകും. 2 മൈനസ് വന്നാല് പ്ലസ് ആകും. അപ്പൊ ആൻസറിൽ എന്ത് കൊടുക്കുക? ആൻസറിൽ പ്ലസ് സൈൻ വരും. അപ്പൊ നമുക്ക് എന്താ, വെറുതെ 25 എന്ന് എഴുതിയാൽ മതി. ഒരു മൈനസ് ആണെങ്കിൽ ആൻസറിൽ മൈനസ് കൊടുക്കുക. 2 മൈനസ് വന്നാൽ ആൻസറിൽ പ്ലസ് കൊടുക്കുക. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഒരു മൈനസ് ആണെങ്കിൽ ആൻസറിൽ മൈനസ് വരും. 2 മൈനസ് വന്നാൽ ആൻസറിൽ പ്ലസ് വരും. സിമ്പിൾ കാര്യമാണ്. ഇവിടെ നോക്കിയടാ, -4 into 25. 4 into 25 100. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു പ്ലസ്. ഇവിടെ ഒരു മൈനസ് അല്ലേ, അപ്പൊ ആൻസറിൽ എന്ത് ചെയ്യുക? മൈനസ് കൊടുക്കുക. -100. അടുത്തത് 2 into 10 ചെയ്താൽ 20. ഇവിടെ ഒരു മൈനസ് ഉള്ളല്ലോ, ഇത് പ്ലസ് അല്ലേ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് കൊടുക്കുക. -20 വരും. അടുത്തത് -3 into -2. 3 into 2 ചെയ്യുക. എന്ത് വരും? 6 വരും. ഇവിടെ 2 മൈനസ് ഉണ്ട്, നോക്കിക്കോണേ. 2 മൈനസ് ഉണ്ട്. 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്താകും? പ്ലസ് ആകും. അപ്പൊ ആൻസർ എന്താ? 6 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ സെയിം കാര്യം തന്നെയാണ് ഡിവിഷനിലും വരുന്നത്. നമുക്ക് ആദ്യം ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്താ, ഈ പറഞ്ഞ പോലെ സൈൻ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ആദ്യം 5 divided by 1 ചെയ്യാം. 5നെ 1 കൊണ്ട് ഹരിക്കാം. അപ്പൊ എന്ത് കിട്ടൂടാ? 5 കിട്ടും. ഇനി നമ്മൾ സൈൻ കൊടുക്കാൻ പോവാണേ. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു പ്ലസ്. ഒരു മൈനസ് മാത്രമേ ഉള്ളല്ലോ, അപ്പൊ നമ്മൾ ആൻസറിലും മൈനസ് കൊടുക്കുക. -5 വരും ആൻസർ. ഇവിടെ എന്ത് ചെയ്യുക?
8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 8നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 4 കിട്ടും. നോക്കി ഇവിടെ ഒരു മൈനസ് മാത്രമേ ഉള്ളൂ, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ആൻസർ എന്ത് ചെയ്യുക, മൈനസ് കൊടുക്കുക, -4 കിട്ടും. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 5. എടാ ശ്രദ്ധിച്ചോണം, ഇവിടെ 2 മൈനസ് ഉണ്ട്. 2 മൈനസ് വന്നാൽ ഡിവിഷന്റെ കേസിലും എന്താണ്, പ്ലസ് ആകും. അപ്പൊ എന്താ ആൻസർ 5 എന്ന് വരും. അടുത്തത് 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 1. ഇവിടെ ഒരു മൈനസ് ആണ്, ഇവിടെ ഒരു മൈനസേ ഉള്ളൂ. അപ്പൊ ആൻസറിൽ മൈനസ് വരും, -1 കിട്ടും. അടുത്തത് 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2. ഒരു മൈനസേ ഉള്ളൂ. അപ്പൊ ആൻസറിൽ മൈനസ് കൊടുക്കുക, -2 എന്ന് വരും. ലാസ്റ്റ് എത്ത് നോക്കാം. -4 ഡിവൈഡഡ് ബൈ -7. സോറി, -14 ഡിവൈഡഡ് ബൈ -7. ആദ്യം എന്ത് ചെയ്യുക, 14 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടുവാടാ, 2 വരും. ഇവിടെ നോക്കിയേ, 2 മൈനസ് ഇല്ലേ, 2 മൈനസ് വരുമ്പോഴത്തേക്ക് ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് കൊടുക്കുക, +2 എന്ന് വരും. അത് ഈക്വൽ ടു 2 ആണ്. ഓക്കെ അല്ലേ? ഇത്രയുള്ള സിമ്പിൾ ആണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ.